ക്രൈസ്തവരായതിന്റെ പേരിൽ ഉഗാണ്ടയിൽ കൊല്ലപ്പെട്ട ചാൾസ് ലെവാംഗയുടെയും കൂട്ടരുടെയും തിരുനാൾ ആഘോഷങ്ങൾക്കിടെ ഉണ്ടായ തീവ്രവാദ ആക്രമണ ഉദ്യമം പരാജയപ്പെട്ടു. രക്തസാക്ഷി ദിനത്തിൽ കമ്പാലയിലെ മുനിയോണിയോ രക്തസാക്ഷി ദേവാലയത്തിന് സമീപം ഉഗാണ്ടൻ തീവ്രവാദ വിരുദ്ധ യൂണിറ്റ് നടത്തിയ വെടിവയ്പിൽ ചാവേർ അക്രമി ഉൾപ്പെടെ ആയുധധാരികളായ 2 തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ആക്രമണ ഉദ്യമം തടയപ്പെടുകയുമായിരുന്നു. ഒരു സംഘം ആളുകൾ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയ സമയത്താണ് സംഭവം നടന്നതെന്ന് സൈന്യത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജൂൺ 3 രാവിലെ ദേവാലയത്തിൽ നിന്ന് ഏകദേശം 500 മീറ്റർ അകലെയായിരുന്നു തീവ്രവാദ വിരുദ്ധ യൂണിറ്റിന്റെ സമയോചിത ഇടപെടലിലൂടെ വൻ അപകടം ഒഴിവായത്. ഇന്റലിജൻസ് നേതൃത്വത്തിലുള്ള ഓപ്പറേഷനായിരുന്നു നടത്തിയതെന്നും രക്തസാക്ഷി ദിനാഘോഷങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജാഗ്രതയിലാണെന്നും ഒരു സൈനിക വക്താവ് പറഞ്ഞു. ഇപ്പോൾ ഉഗാണ്ടയുടെ ഭാഗമായ വുഗാണ്ട രാജ്യത്തിൽ 22 കത്തോലിക്കരും 23 ആംഗ്ലിക്കൻ ക്രൈസ്തവരും ഉൾപ്പെടെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഒരു സംഘം തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ 1885 ജനുവരി 31-നും 1887 ജനുവരി 27-നും ഇടയിൽ വധശിക്ഷയ്ക്ക് വിധേയരാവുകയും കാലക്രമേണ അവർ ക്രൈസ്തവ ചരിത്രത്തിലെ ധീര രക്തസാക്ഷികളുടെ ഗണത്തിൽ വണങ്ങപ്പെടാൻ ഇടയാകുകയുമായിരുന്നു. ഉഗാണ്ടയിൽ നിന്ന് മാത്രമല്ല, അയൽ രാജ്യങ്ങളിൽ നിന്നും ലോകത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് തിരുനാൾ ദിനങ്ങളിൽ ഇവിടെ സന്ദർശിച്ച് പ്രാർത്ഥിക്കാറുള്ളത്. സ്ഫോടക വസ്തുക്കൾ ധരിച്ച് ബസിലിക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ആക്രമികളെ തീവ്രവാദ വിരുദ്ധ യൂണിറ്റ് തടയുകയായിരുന്നുവെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു.